ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. ഉച്ചഭക്ഷണത്തിന് പകരം അരിയും 400 രൂപയോളം വിലയുള്ള പനവ്യഞ്ജന കിറ്റും സ്കൂൾ വഴി വിതരണമുണ്ട്. ജൂലൈ മാസം ആദ്യ വാരത്തോടു കൂടി ഇതിൻ്റെ വിതരണം തുടങ്ങും. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അത് 3 തലത്തിലാണ് വിതരണം ചെയ്യുന്നത്. സ്കൂളുകളിലാണ് ഇത് വിതരണം ഉണ്ടാകുക. ലോ പ്രൈമറി, പ്രീ പ്രൈമറി, അപ്പർ പ്രൈമറി എന്ന വിഭാഗത്തിൽ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ അളവുകൾ ഉള്ളത്. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുമെന്നും പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നും നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കണും ഓണാക്കി വെക്കുക. അപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സ്കൂൾ ക്ലാസുകൾ ഒരുപാട് പോയിട്ടുണ്ട്. മധ്യവേനൽ അവധി ദിനങ്ങൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള ദിവസത്തെ ഭക്ഷണത്തിന്റെ തുക സ്കൂളുകളിലെ കുട്ടികൾക്ക് സർക്കാർ വിതരണം ചെയ്തിരുന്ന ഭക്ഷണത്തിന്റെയും അത് പാചകം ചെയ്യാനുള്ള ചെലവും ഉൾപ്പെടെയുള്ള തുകയാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേന്ദ്ര സഹായവും ഇതിനുണ്ട്. അപ്പോൾ പൈസ ഇത് ഒരു കിറ്റായിട്ട്, ഇപ്പോൾ വീട്ടിൽ നിന്നാണ് പഠിപ്പ്, അപ്പൊ ആ ഒരു പൈസ കിറ്റായിട്ട് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലുള്ളത് അരിയെ കൂടാതെ കടല, പയറ്, പരിപ്പ് കൂടാതെ മറ്റ് കറി പൗഡറുകൾ, ഉപ്പ്, ഇതാണ് ഈ കിറ്റിൽ ഉൾപ്പെടുന്നത്. ഇത് മുതൽ 8ാം ക്ലാസ് വരെ ആയിരുന്നു ഉച്ചഭക്ഷണം വിതരണം ഉണ്ടായിരുന്നത്. അപ്പൊ ആ കുട്ടികൾക്കാണ് ഇത് വിതരണം ലഭിക്കുക. ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് സംസ്ഥാനത്ത് 26.26 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഈ പദ്ധതിക്ക് വേണ്ടി ഏകദേശം ചിലവ് കണക്കാക്കുന്നത് 8.37 കോടി രൂപയാണ്. ഇതിന്റെ വിതരണം സ്കൂളുകൾ വഴിയാണ് ഉണ്ടാവുക. സ്കൂളുകളിൽ അതാത് ക്ലാസുകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ ടീച്ചർമാർ ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതായത് ഈ സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടി എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് വിതരണം ഉണ്ടാവുകയില്ല. അത് പല പ്രാവശ്യമായിട്ടായിരിക്കും വിതരണം നടക്കുക. അപ്പൊ ഏത് ക്ലാസ്സുകാർക്ക് എപ്പോഴൊക്കെ കിട്ടുമെന്ന് അതാത് ക്ലാസ് ടീച്ചർമാര് അവർ ഗ്രൂപ്പുകളിൽ അറിയിക്കുന്നതായിരിക്കും. ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുക എന്ന് നമുക്ക് നോക്കാം. പ്രീ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 1.5 കിലോ അരിയും 261 രൂപയുടെ കിറ്റുമാണ് വിതരണം ചെയ്യുന്നത്. ലോ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, LP വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 4 കിലോ അരിയും 261 രൂപയുടെ പനവ്യഞ്ജന കിറ്റുമാണ് വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പർ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട UP വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 6 കിലോ അരിയും 400 രൂപ വില മതിക്കുന്ന പനവ്യഞ്ജന കിറ്റുമാണ് വിതരണം ഉണ്ടാവുക. അപ്പൊ ഇത് സ്കൂളുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളുകളിൽ വെച്ചായിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാവുക. ഇത് എപ്പോഴൊക്കെ വിതരണം ചെയ്യുമെന്ന് സ്കൂൾ ഗ്രൂപ്പുകളിൽ നിങ്ങളെ അറിയിക്കും. ജൂലൈ ആദ്യ മാസത്തോടുകൂടി വിതരണം ചെയ്യാനാണ് വിദ്യാഭ്യാസ വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, സ്കൂൾ ഗ്രൂപ്പുകളിൽ അറിയിക്കും. അതുകൂടാതെ തന്നെ ഞാനും ഈ ചാനലിൽ ഇതിന്റെ വിവരങ്ങൾ, അപ്ഡേറ്റ് ആയ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും. അതിനുവേണ്ടി തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വ്യത്യസ്തമായ ഒരു വീഡിയോകൾക്ക് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ വീഡിയോകൾക്ക് വേണ്ടിയിട്ട്, ഹിസ്റ്ററി വ്ളോഗുകൾക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും ഓണാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റ് വിദ്യാർത്ഥികൾ, അർഹരായ വിദ്യാർത്ഥികൾ കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ ഈ വീഡിയോ റെക്കമെൻഡ് ആയിട്ട് മറ്റു വിദ്യാർത്ഥികളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇതിനൊരു ലൈക്ക് തരാൻ നിങ്ങൾ മടി കാണിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ വീഡിയോയുടെ അടിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കഴിയുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.